കോഴിക്കോട് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാത്ത ആളുടെ പേരിൽ വ്യാജ പോസ്റ്റർ പ്രചരിപ്പിച്ചതായി പരാതി. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മുക്കം നഗരസഭ 18-ാം വാർഡിൽ മത്സരിച്ച സാറാ കൂടാരം എന്ന സ്ഥാനാർത്ഥിയുടെ വ്യാജ പോസ്റ്ററാണ് പ്രചരിച്ചത്. ഇന്ത്യയുടെ മോചനം ഇസ്ലാമിലൂടെ എന്നെഴുതിയ പോസ്റ്ററാണ് പ്രചരിക്കുന്നത്. സാറാ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി. സലാം മുഹമ്മദ് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. സലാം, ഇത് എന്താണ് സംഭവം? ഇങ്ങനെ മത്സരിക്കാത്ത ഒരാളുടെ പേരിൽ ഒരു വ്യാജ പോസ്റ്റർ? അമൃത, സാറാ കൂടാരം എന്ന് പറയുന്ന വെൽഫെയർ പാർട്ടിയുടെ മുൻ കൗൺസിലറുടെ പേരിലാണ് ഇങ്ങനെ വ്യാജ പോസ്റ്ററുകൾ പ്രചരിക്കുന്നത്. അവർ നേരത്തെ 18-ാം വാർഡിലായിരുന്നു, മുക്കം നഗരസഭയിലെ 18-ാം വാർഡിലാണ് മത്സരിക്കുകയും വിജയിക്കുകയും ചെയ്തത്. ആ സമയത്ത് തന്നെ ഇങ്ങനെ ഒരു പോസ്റ്റർ പ്രചരിച്ചിട്ടുണ്ടായിരുന്നു. അതിനെതിരെ ഇലക്ഷൻ കമ്മീഷന് പരാതി നൽകുകയും ചെയ്തു. എന്നാൽ ആ പരാതിയിലൊന്നും തന്നെ യാതൊരു നടപടിയും സ്വീകരിച്ചില്ല. അതിന് പിന്നാലെയാണ് ഇപ്പോൾ വീണ്ടും തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടെ ഇങ്ങനെ ഒരു പോസ്റ്റർ പ്രചരിക്കുന്നത്. ഇന്ത്യയുടെ മോചനം ഇസ്ലാമിലൂടെ എന്ന് പറയുന്ന മുമ്പ് സിമി ഉപയോഗിച്ചൊരു പ്രചരണം, ആ ഒരു മുദ്രാവാക്യം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പോസ്റ്ററാണ് പ്രചരിക്കുന്നത്. അതോടൊപ്പം തന്നെ കുഞ്ഞാലിക്കുട്ടിയുടെയും ഹൈദരലി ശിഹാബ് തങ്ങളുടെയും ദൃശ്യങ്ങളടങ്ങിയ പോസ്റ്റർ ദുരുദ്ദേശപരമായി പ്രചരിപ്പിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഈ സാറാ കൂടാരം പരാതിയിൽ ഉന്നയിക്കുന്നത്. ആ ഒരു പോസ്റ്റർ പ്രചരിക്കുന്നവർക്കെതിരെ, അതായത് ദുരുദ്ദേശപരമായി ഇങ്ങനെ ഒരു പോസ്റ്റർ പ്രചരിപ്പിക്കുന്നവർക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കുമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷന് സാറാ കൂടാരം പരാതി നൽകിയിരിക്കുന്നത്. ഏതായാലും മുഖ്യ മേഖലയിലൊക്കെ തന്നെ വ്യാപകമായി ഈ പോസ്റ്റർ പ്രചരിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ അത് ഇയാൾ, അതായത് വെൽഫെയർ പാർട്ടി കൗൺസിലർ ആയിരുന്നു സാറാ കൂടാരം. അതുകൊണ്ട് തന്നെ ഇവരുടെ ക്രെഡിബിലിറ്റിയെ ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള പോസ്റ്റർ തന്നെയാണ് പ്രചരിക്കുന്നത്. അതുകൊണ്ട് അതിനെതിരെ നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് ഇലക്ഷൻ കമ്മീഷന് പരാതി നൽകിയിരിക്കുകയാണ് സാറാ കൂടാരം. അമൃത.